RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ 2026 നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 11,127 വേക്കൻസിയാണ് വരാനിരിക്കുന്ന RRB ALP എക്സാമിൽ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത് വന്നിരിക്കുന്നത്. ഒഫീഷ്യലി അപ്രൂവ്ഡ് വേക്കൻസിയാണ് 11,127. അപ്പൊ നിങ്ങൾ 2026 ALP എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഡേറ്റ്സുകൾ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റ്സ് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ 2026 നിങ്ങൾക്കും ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവാം. അപ്പൊ എന്തൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? കാരണം ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസ് ഇൻ എംപ്ലോയ്മെന്റ് ന്യൂസ് 29/3/2024 ആണ്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 12/4/2025. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ആണ് 12/4. അതായത് ഏപ്രിൽ 12 എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 11/5/2025 ആണ്. ഇതിന്റെ CBT 1 എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് 13/2/2026 മുതൽ 18/2/2026 വരെയാണ്. അത്യാവശ്യം നല്ലൊരു സമയം അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതായത് നോട്ടിഫിക്കേഷൻ മാർച്ചിൽ കഴിഞ്ഞു. ഒരു 7-8 മാസത്തോളം, 8 മാസത്തിലധികം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 8 month പ്രിപ്പറേഷൻ ടൈം അവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഫെബ്രുവരിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വേക്കൻസി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. മാർച്ചോട് കൂടി തന്നെ മിക്കവാറും ഒരു ഡ്രാഫ്റ്റ് CN ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ മാസം തന്നെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു എംപ്ലോയ്മെന്റ് ന്യൂസിൽ വരും. പിന്നെ ആയിരിക്കും ഒരു 1 വീക്കിനോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കോ ശേഷമായിരിക്കും എന്ത് ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ALPയുടെ വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോട്ടിഫിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഏപ്രിൽ ആ ഒരു ടൈമിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നോർമലി നമ്മൾ നോട്ടിഫിക്കേഷന് ശേഷം പഠിച്ചെടുക്കുന്ന ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. ആ പ്രിപ്പറേഷൻ കുറച്ചുകൂടി നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങൾക്കൊരു 1 year പ്രിപ്പറേഷൻ ടൈം, അതായത് ഒരു 1 year പ്രിപ്പറേഷൻ ടൈമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 1 year എക്സാമിന് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ മുഴുവൻ കംഫർട്ടബിൾ ആയിട്ട്, അതായത് നിങ്ങൾ ടൈം ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഹറിബറിയായിട്ട് പഠിക്കേണ്ടി വരില്ല. റിലാക്സ്ഡ് ആയിട്ട് ടോപ്പിക്കുകളൊക്കെ പഠിച്ചെടുത്ത് അത് റിവൈസ് ചെയ്ത് അതിന്റെ നോട്ട് എഴുതി അതിൽ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമായിരിക്കും 1 year. എന്നാൽ ടൈം കുറയുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ഫാസ്റ്റ് ആവും. ഒരുപക്ഷെ റിവിഷന് സമയം കിട്ടൂല, വേണ്ടത്ര മോക്ക് ടെസ്റ്റ് എഴുതാൻ സമയം കിട്ടില്ല. അത്തരം ഇഷ്യൂസ് ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്യുക. ഒരു 1 year പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ട്. സോ ഒരു 1 year ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻട്രിയുടെ ഈ ഒരു ALP എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ എൻട്രിയുടെ ALP ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വേക്കൻസി ഇൻക്രീസ്ഡ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസി നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, 9,970 ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസി വല്ലാണ്ട് കുറഞ്ഞു പോകുന്നുള്ള ടെൻഷനുള്ള ആളുകളുണ്ട്. എന്നാൽ വേക്കൻസി കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വേക്കൻസി കൂടിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 9,970 നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസി ആണെങ്കിൽ ഇപ്പം വന്നിരിക്കുന്നത് 11,127 എന്ന് പറയുന്ന ഒരു മികച്ച നമ്പറിലുള്ള വേക്കൻസിയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതിലൊരു അവസരം നിങ്ങളുടേതാണ് അല്ലേ. ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു അവസരം നിങ്ങൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അതായത് മികച്ച സാലറിയാണ്. ഇതിന്റെ ബേസിക് പേ കാണുമ്പോൾ എല്ലാവരും ഇതിൽ ബാക്കോട്ട് നിൽക്കും. അതായത് ഇതിന്റെ ബേസിക് പേ 19,900 എന്നുള്ള ഈ ഒരു ബേസിക് പേ കാണുമ്പോൾ ഇത്രയും കുറഞ്ഞ സാലറി, ഈ ഒരു സാലറിയിൽ നമ്മളൊരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് റിയാലിറ്റിയിലെ. നമ്മൾ ഭക്ഷണത്തിനും താമസത്തിനും വസ്ത്രത്തിനും ഒക്കെ നമ്മൾ പൈസ ചെലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ 19,900 എന്ന് പറയുന്ന ഈ ഒരു പൈസയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ കഴിയില്ല അല്ലെ. എന്നാൽ 19,900 ആണോ ഒരു ALPക്ക് കിട്ടുന്ന സാലറി എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ബേസിക് പേ ആണ്. ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാനുണ്ട്, ഡിയർനെസ് അലവൻസ് ആഡ് ചെയ്യാനുണ്ട്. അതെല്ലാം കൂടാതെ മറ്റു പല അലവൻസുകൾ കൂടാതെ റണ്ണിങ് അലവൻസ് ആണ് ഇതിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ലഭിക്കുന്ന റണ്ണിങ് അലവൻസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതാണ്. കിലോമീറ്റർ അലവൻസ് ആയിട്ട് അവർ കിട്ടുന്നത്. 1 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 4-5 അങ്ങനെയൊക്കെയുള്ള രീതിയിൽ റണ്ണിങ് അലവൻസ് ആണ് വരാൻ പോകുന്നത്. അത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ആ റണ്ണിങ് അലവൻസ് കൂടി ചേർക്കുന്ന സമയത്ത് 60,000 മുകളിലുള്ള സാലറി, തീർച്ചയായിട്ടും 50K മുകളിൽ എന്തായാലും സാലറി ലഭിക്കും. പിന്നെ കാരണം നിങ്ങളുടെ കിലോമീറ്ററിനനുസരിച്ചാണ്
60 മുതൽ 1 ലക്ഷം വരെ സമ്പാദിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ALPയുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തിയിട്ട് നിങ്ങൾക്ക് ഇതേ യൂട്യൂബ് ചാനൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ആ സാലറിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം രൂപ വരെ സാലറി വാങ്ങുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഉണ്ട്. അപ്പൊ കേവലം 19,000 ആയിരിക്കും എന്ന് വിചാരിച്ച് ആരും അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. 19,900 എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. അതിൽ ഡിയർനെസ് അലവൻസും റണ്ണിങ് അലവൻസും മാത്രം ആഡ് ചെയ്യുമ്പോൾ തന്നെ സാലറി 50,000 മുകളിലേക്ക് പോകും. അപ്പൊ മികച്ച സാലറിയോട് കൂടി തന്നെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസിലും യാതൊരു കുറവില്ല എന്ന് മാത്രമല്ല കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പോസിറ്റീവ് ആയിട്ട് കാണാം. എന്തൊക്കെയാണ് ഈ എക്സാമിന്റെ പ്രോസസ്, റിക്രൂട്ട്മെന്റ് പ്രോസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇതിൽ 5 ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, CBT-1. അപ്പൊ ഈ CBT-1 എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും എഴുതുന്ന എക്സാം ആയിരിക്കും CBT-1. സ്വാഭാവികമായിട്ടും CBT-1 ഹൈ ലെവൽ കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ഇതിൽ ഒരുപാട് ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിന്റെ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് ബിടെക്കാരും ഡിപ്ലോമക്കാരും IT-ക്കാരും ഒരേപോലെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് CBT-1. സോ CBT-1 വളരെ കെയർഫുൾ ആയിട്ട് ക്രാക്ക് ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൽ മാക്സിമം സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ടയർ 2 എത്തുന്നുള്ളൂ. ഈ CBT-1 ഒരു ക്വാളിഫൈങ് നാച്ചർ ആണ്. അവിടെ നിങ്ങൾ ടയർ 2 എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ടയർ 2ന്റെ മാർക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുന്നുണ്ടാവുക. CBT-2 എന്ന് പറയുന്ന എക്സാംസിലായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കപ്പെടുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ടെക്നിക്കൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ നോൺ ടെക്നിക്കൽ മാത്രമല്ല ടെക്നിക്കൽ സബ്ജക്റ്റും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്വാളിഫൈങ് നാച്ചർ ആണെങ്കിൽ പോലും, അതായത് ഇവിടെ 2 സെക്ഷൻ ഉണ്ടാവും. പാർട്ട് എ ഉണ്ടാവും, അതേപോലെ തന്നെ പാർട്ട് ബി ഉണ്ടാവും. ഓക്കെ, പാർട്ട് എ ഉണ്ടാവും, പാർട്ട് ബി ഉണ്ടാവും. ഇതിൽ പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കൽ സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ടെക്നിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇത് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 35% മാർക്ക് നിങ്ങൾ അവിടെ സ്കോർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ എടുക്കണം, മെക്കാനിക്കൽ ആണെങ്കിൽ അതിന്റെ ട്രേഡ് എടുക്കണം. സോ അത്തരം ട്രേഡ് ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ മാത്രമേ പാർട്ട് എയുടെ മാർക്ക് എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പാർട്ട് എ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഇത് ഡിസ്ക്വാളിഫൈഡ് ആയാലോ, നിങ്ങൾ അവിടെ ഫെയിൽ ആയി, അതായത് പിന്നെ പാർട്ട് എന്റെ മാർക്ക് നോക്കൂല. അത് മാത്രമല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ CBAT എന്ന് പറയാറുണ്ട്, സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അതായത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ, ഡെപ്ത് പെർസെപ്ഷൻ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് CBAT എന്ന് പറയുന്നത്. സോ ഈ CBAT എന്ന് പറയുന്നതിന്റെ മാർക്കും അതേപോലെ തന്നെ പാർട്ട് എയുടെ മാർക്കും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതില് എല്ലാ എക്സാംസിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാ എക്സാമിലും ഉണ്ട്. പക്ഷേ ഈ ഒരു എക്സാമിനേഷനിലെ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മറ്റ് എക്സാംസുകളൊക്കെ പരിഗണിക്കുമ്പോൾ മെഡിക്കൽ എക്സാം അത്ര ക്രൂഷ്യൽ ആയിട്ടുള്ളതല്ല എങ്കിൽ പോലും ALPയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ എക്സാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താ നോക്കി നോക്കുക എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. അതായത് നിങ്ങൾ സ്പെക് ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വിഷൻ ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 6/6 ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇതിലൊന്നും ഇഷ്യൂസ് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഹിയറിംഗ് സ്റ്റാൻഡേർഡ്, റെസ്പിറേറ്ററി സിസ്റ്റം, ജനറൽ ഫിസിക്കൽ ഫിറ്റ്നസ്, ഇതെല്ലാം ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ ആസ്പെക്ട് ആയിരിക്കണം. അതേപോലെ വിഷൻ, ഈ വിഷൻ ടെസ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കാഴ്ചക്കുറവോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ, ഫിസിക്കൽ ഡിസബിലിറ്റിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അപ്പൊ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ, ഫീമെയിൽ കാൻഡിഡേറ്റിന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം, യാതൊരു ഇഷ്യൂസും ഇല്ല കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ഇതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ ഒരു പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യമാണ്. അത് തന്നെയാണ് ALP എക്സാമിൽ ഏറ്റവും അധികം ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ് ഈ ഒരു പോസ്റ്റിൽ എന്തൊക്കെയാണ് യോഗ്യത എന്നുള്ളത്, ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെട്രിക്കുലേഷൻ ഓർ SSLC plus ITI from a recognized University of NCVT or CVT in the trade of fitter, electrician, instrument mechanic, millwright, maintenance mechanic, mechanic radio and TV, electronic mechanic, mechanic motor vehicle, wireman, tractor mechanic, armature and coil winder, mechanic diesel, heat engine, turner, machinist, refrigeration and air conditioning mechanic. ഈ പറഞ്ഞ ട്രേഡിലുള്ള ITI കഴിഞ്ഞ ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ലോക്കോ പൈലറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. അതേപോലെ മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് മെൻഷൻഡ് എബോവ്, ഇതും പറ്റും. CCA പറ്റും. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് മറ്റൊരു രീതിയിൽ നമുക്ക് എത്താൻ പറ്റുന്നത് മെട്രിക്കുലേഷൻ ഓർ SSLC പ്ലസ് 3-year diploma. Okay, 3-year diploma. So they get a diploma in mechanical, electrical, electronics, automobile engineering, or combination of various streams of these engineering discipline from a recognized institution of ITI എന്നുള്ളതാണ്.
അതായത് നിങ്ങൾ ഡിപ്ലോമയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു കാര്യം കൂടി, നോട്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇരിക്കുന്നത് ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇൻ ആസ് അബവ് വിൽ ഓൾസോ ബി അക്സെപ്റ്റബിൾ ഇൻ ലീവ് ഓഫ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. അതായത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കൂടാതെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ALP എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് അതേപോലെ ഡിപ്ലോമ അതേപോലെ ITI ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. പക്ഷെ എല്ലാ ബ്രാഞ്ചസുകാരും ഇല്ല, അതിൽ സിവിൽ ഒന്നും വരുന്നില്ല. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ആണ് ഇതിൽ ബ്രാഞ്ചസ് വരുന്നത്. അപ്പൊ ഈ ബ്രാഞ്ചസിലുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. എൻട്രി ആപ്പിലൂടെ ലോക്കോ പൈലറ്റ് ആയിട്ട് മാറിയിട്ടുള്ള ഇന്ന് ALP ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഫോട്ടോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഫോട്ടോസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ALP എക്സാം ക്ലിയർ ചെയ്തിട്ട് ഇന്ന് ALP ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അതായത് CBT 1ന്റെ പ്രിപ്പറേഷൻ, അതുപോലെ CBT 2ൽ പാർട്ട് എക്കും പാർട്ട് ബിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ സൈക്കോമെട്രിക് ടെസ്റ്റിൽ സ്പെഷ്യൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ALP എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇത്തരം എക്സാംസുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും. അപ്പൊ നമ്മുടെ എൻട്രി ആപ്പിൽ ALP ബാച്ചസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ALP ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ എൻട്രിയുടെ ALP ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഒരിക്കലും കാത്തിരിക്കരുത്. ഏറ്റവും മികച്ച സാലറിയുടെ ഏറ്റവും മികച്ച അവസരമായിട്ടാണ് ALP വരുന്നത്. ഈ അവസരം മിസ് ചെയ്യാതെ ഇന്ന് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എൻട്രിയോടൊപ്പം പ്രിപ്പയർ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.